നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജുംബുകലസാരപക്ഷിതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം വിഘ്നേശ്വര, ഓം മഹേശ്വര, ഓം പാർവതിയമ്മേ ഭഗവതിയെ നമോ നമ, ഓം സുബ്രഹ്മണ്യ സ്വാമിയെ നമോ നമ, അയ്യപ്പ സ്വാമിയെ നമോ നമ, ഓം കാളികാളിദേവി ഭഗവതിയെ നമോ നമ, ദുർഗാദേവി അമ്മേ ഭഗവതിയെ നമോ നമ, ഹനുമാൻ സ്വാമിയെ നമോ നമ, അന്നപൂർണേശ്വരി ദേവിയെ നമോ നമ, ഓം കാമദേവി. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ശനിയുടേതായിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് വ്യക്തമാക്കുവാനാണ് പോകുന്നത്. 2026 മാർച്ച് അവസാനമാകുമ്പോഴേക്കും ശനി ഉത്രട്ടാതി 3-ാം പാദത്തിലേക്ക് മാറുകയാണ്. ഉത്രട്ടാതി 3-ാം പാദത്തിലേക്ക് ശനി മാറുന്നതിൻ്റേതായിരിക്കുന്ന ഭാഗ്യം 3 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വമ്പൻ ഭാഗ്യമാണ്. ശനിയുടെ മാറ്റം പലപ്പോഴും നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നൽകുന്നത്. കാരണം ശനി രാശ്യാധിപനായിട്ടും രാശിയിലൂടെയുള്ള സഞ്ചാരത്തിലുമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഒരു കാര്യം ചിന്തിക്കേണ്ടുന്ന കാര്യമുണ്ട്. ശനി ഗുണകരമായി നിന്നാൽ വളരെയധികം ഭാഗ്യദായകമായിരിക്കുന്ന ഒരുപാട് ഫലങ്ങൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ശനി ദോഷ കാലഘട്ടത്തിൽ ശനിയെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഭഗവത് ചൈതന്യങ്ങളെ എല്ലാം തന്നെ അതുപോലെ തന്നെയാണ്. പ്രീതിപ്പെടുത്തിയെടുത്താൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? കാരണം ഭദ്രകാളി ദേവി ക്ഷേത്രത്തിനകത്തും ശരിക്കും ബുദ്ധിപരമായ മന്ദത അനുഭവിച്ചിരുന്ന കാളിദാസൻ എന്ന് പറയുന്ന ലോകപ്രശസ്തനായിരിക്കുന്ന വലിയ ഭാഗ്യശാലി, അതായത് ആ മന്ദതര ബുദ്ധിയിൽ നിന്നും അനുഗ്രഹ തര അവസ്ഥയിലേക്ക് എത്തിയപ്പോഴേക്കും എവിടെയാണ് അദ്ദേഹം എത്തി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. ദേവ ചൈതന്യങ്ങളുടെയൊക്കെ അനുഗ്രഹം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ശനിയൊക്കെ അനുഗ്രഹം തരുവാൻ ആഗ്രഹിച്ചാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അത്രത്തോളം അനുഗ്രഹങ്ങളാണ് ശനി അനുഗ്രഹ സിദ്ധിച്ച് വന്നു ചേർന്നാൽ നമുക്കുണ്ടാകുന്ന ഭാഗ്യം. ഇവിടെ 2026 മാർച്ച് അവസാന ആഴ്ചയിൽ ശനി ഉത്രട്ടാതി 3-ാം പാദത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ വന്നാൽ ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ 3 രാശിക്കാർക്ക് സംജാതമാകും. ശനിദേവനെ പ്രീതിപ്പെടുത്തിയാൽ അതിനുള്ള ഗുണങ്ങളുണ്ടാവും. അതായത് പ്രീതിപ്പെടുത്താതെ തന്നെ ശനിയുടെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യങ്ങൾ വന്നു നിറയുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ കേൾക്കുമ്പോൾ 3 രാശിക്കാർ ശനിയെ പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചോണം. നീതി, കർമ്മം, അച്ചടക്കം തുടങ്ങിയവയുടെ പ്രതീകമായിട്ടാണ് പലപ്പോഴും നമ്മൾ ശനിയെ കാണുന്നത്. അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി. ആയതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ ആണ് നമുക്ക് തരാൻ ശനി ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ വളരെ കാലഘട്ടം നേട്ടങ്ങളിലൂടെ പോകുവാൻ നമുക്ക് കഴിയും. ദോഷമാണ് തരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ
പോകുന്ന പോക്കിൽ ഒരുപാട് ദുരിതങ്ങൾ. പക്ഷേ അത് നമ്മൾ നക്ഷത്ര ഫല വ്യവസ്ഥകളിലൂടെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശനി ദോഷകരമായ അവസ്ഥയിലാണെങ്കിൽ അതിനെ ഗുണകരമാകുന്ന അവസ്ഥയിൽ എത്തിക്കുവാനുള്ള പൂജാതി കർമ്മങ്ങളിൽ ബന്ധപ്പെടുകയാണെങ്കിൽ 4 ഇരട്ടി ഫലമാണ് ശനി നൽകുന്നത്. 1 രൂപ ലഭിക്കേണ്ട സ്ഥാനത്ത് 4 രൂപ ലഭിക്കുമെന്നുള്ളതാണ്. 4 മടങ്ങ് അനുഗ്രഹം ശനി നൽകും. അപ്പോൾ ദോഷകരമായിരിക്കുന്ന അവസ്ഥയിലും ഗുണകരമായിരിക്കുന്ന അവസ്ഥയിലും ശനിയെ പ്രാർത്ഥിച്ചാൽ ദേവൻ തരാത്തതായിട്ടൊന്നുമേ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോൾ 3 രാശിക്കാർക്ക് സംജാതമാകാൻ പോകുന്നതും അതുതന്നെയാണ്. ഒരു നിശ്ചിത കാലയളവിലാണ് ശനി പലപ്പോഴും മാറുന്നത്. ആ നിശ്ചിത കാലയളവിലുള്ള മാറ്റം, ശനിയുടേതായിരിക്കുന്ന രാശിയിലൂടെയുള്ള സഞ്ചാരം 2.5 വർഷമാണ്, നമുക്കറിയാമല്ലോ. ആ മാറ്റം നമുക്ക് അനുകൂലമാകണമേ എന്ന പ്രാർത്ഥന എപ്പോഴും നമുക്കുണ്ടാവണം. വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിൽ മാർച്ച് 21 ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുകയാണ്. തുടങ്ങി ശനിയുടെ സഞ്ചാരം ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിലൂടെയാവും. അങ്ങനെയുള്ള സഞ്ചാരം ഭാഗ്യദായകമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു. ആദ്യമായി മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുരാശിയാണ്. ധനുരാശിക്കാർക്ക് ശനിയുടെ ഉത്രട്ടാതി 3-ാം പാദത്തിലേക്കുള്ള മാറ്റം സർവഭാഗ്യമാണ് നൽകുന്നത്. ഇത് ധാരാളം ഗുണ അനുഭവങ്ങളെ പ്രദാനം ചെയ്യുകയാണ്. ശനിയുടേതായിരിക്കുന്ന ഈ മാറ്റം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യ അനുഭവങ്ങൾ ഇരട്ടിയായി അനുഭവിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അനുകൂലമായിരിക്കുന്ന ഒരുപാട് സാമ്പത്തിക സാഹചര്യങ്ങൾ എത്തിച്ചേരും. മേലുദ്യോഗസ്ഥന്മാരുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതമാകും. ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ ഇരട്ടി അനുഭവങ്ങൾ ലഭിക്കും. ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും ശനി ഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ശനി ദേവൻ്റേതായിരിക്കുന്ന അനുഗ്രഹത്തിന് പൂർണ്ണത നൽകുന്നതാണ്. ദോഷകാരകമായ അനുഭവ വ്യവസ്ഥകൾ ശനി ദേവൻ നൽകുന്നുവെങ്കിലും പ്രാർത്ഥനാപൂർണമായിരിക്കുന്ന മുന്നോട്ടുള്ള പോക്കും ചില രാശി സഞ്ചാരങ്ങളും വളരെ അഭിവൃദ്ധിജനകമായിരിക്കുന്ന അനുഗ്രഹമാണ് നൽകുന്നത്. ഇവിടെ ഉത്രട്ടാതി 3-ാം പാദത്തിലേക്കുള്ള സഞ്ചാരം അഭിവൃദ്ധിദായകമായിരിക്കുന്ന അനുഗ്രഹമാണ് നൽകുന്നത്. ധനുരാശിക്കാരായ നക്ഷത്രജാതർക്ക് ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് വമ്പൻ ഭാഗ്യങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുക തന്നെ ചെയ്യും. തൊഴിലിൽ മേന്മ, അതുപോലെ കാർഷിക വൃത്തിയിലുള്ള മേന്മ, അതുപോലെ വിദേശവാസത്തിലേക്ക് ആഗ്രഹം ഉള്ളവർക്ക് അത് നടക്കുന്നത് തുടങ്ങി ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും, ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭാഗ്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള വ്യവസ്ഥിതി ശനിയുടേതായ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധനു രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരും. അടുത്തത് മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശിയെക്കുറിച്ചാണ് പറയുന്നത്. ചിങ്ങം രാശിക്കാരുടെ 8-ാം ഭാവത്തിലാണ് ഈ ഭാഗ്യസഞ്ചാരം നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിങ്ങം രാശിക്കാരുടെ ഓരോ പ്രവൃത്തിയും ഓരോ അനുഭവങ്ങളും ഭാഗ്യദായകമായി മാറും എന്നുള്ളതാണ്. കൂടാതെ ജോലിയിൽ ഉയർന്ന ശമ്പളം, അതുപോലെ തന്നെ പ്രമോഷൻ സാധ്യത, ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ, മേലധികാരികളുടെ പ്രശംസ തുടങ്ങിയവ ലഭിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ ചിങ്ങം രാശി ജാതരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ വലിയ ഉയർച്ചയുണ്ടാകും. ഉയർച്ച മാത്രമല്ല, അവാർഡുകൾ, സമ്മാനങ്ങൾ തുടങ്ങിയവ ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക് സാമ്പത്തികമായ സുരക്ഷിതത്വം ഉറപ്പായും ഉണ്ടാകും. ചില സൗഹൃദങ്ങൾ നിങ്ങൾക്ക് സമ്പാദ്യജനകമായിരിക്കുന്ന വഴി തുറന്നു കാട്ടുക തന്നെ ചെയ്യും. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ ആഹ്ലാദകരമായ വ്യവസ്ഥകൾ, പ്രണയ ജീവിതത്തിലെ പ്രാധാന്യം തുടങ്ങിയവ ചിങ്ങം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് വളരെ സന്തോഷജനകമായ അനുഭവമാണ് നൽകാൻ പോകുന്നത്. കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിനും അതുപോലെ തന്നെ ദീർഘമായ കാലത്ത് ജീവിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള സാമ്പത്തിക വർധനവ് കൈകളിലേക്ക് വന്നു ചേരുന്നതിനുമുള്ള ഭാഗ്യമുണ്ടാകും. ശനിയുടേതായിരിക്കുന്ന ഉത്രട്ടാതി 3-ാം പാദത്തിലൂടെയുള്ള സഞ്ചാരം തീർച്ചയായും ചിങ്ങം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഭാഗ്യത്തെയാണ് നൽകുവാൻ പോകുന്നത്. ലോട്ടറി ഭാഗ്യമൊക്കെ ഉറപ്പായുമുണ്ട്. അതുപോലെ തന്നെ ചിട്ടി, ലോണുകൾ പാസ്സാക്കിയെടുക്കുവാൻ ആഗ്രഹിച്ചാൽ അത് നടക്കും. പുതിയ വാഹന സൗഭാഗ്യം, അതുപോലെ തന്നെ
വീട് വയ്ക്കുവാനുള്ള ഭാഗ്യം, ആഭരണ ഭാഗ്യം തുടങ്ങിയവയൊക്കെ ശനിയുടെ ഈ മാറ്റത്തിലൂടെ ചിങ്ങം രാശിക്കാർക്ക് ലഭ്യമാണ്. സൗഭാഗ്യ വർഷമാണ് 2026. അടുത്തത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടം രാശി. മേടം രാശിക്കാർക്ക് ശനി 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 7.5 ശനി കാലം നിലനിൽക്കുന്നവർക്കെങ്കിലും ഭാഗ്യദായകമായ ഒട്ടനവധി മാറ്റങ്ങൾ ശനിയുടെ ഈ ഉത്രട്ടാതി 3ാം ഭാവത്തിലേക്കുള്ള സഞ്ചാരത്തിലൂടെ ഇവർക്ക് ലഭിക്കും. 7.5 ശനി കാലത്ത് ബുദ്ധിമുട്ടുകളാണ് വരേണ്ടത്. എന്നിരുന്നാലും ശനിയുടെ ഈ മാറ്റം മേടം രാശി നക്ഷത്ര ജാതർക്ക് വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള സൗഭാഗ്യത്തിലാണ് എത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും ശനിദേവനെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം ഈ പറഞ്ഞ എല്ലാ രാശിക്കാരും അനുവർത്തിക്കേണ്ടുന്നതാണ്. ദീർഘകാലമായി ജീവിതത്തിൽ നിലനിന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ദീർഘകാലമായി ജീവിതത്തിൽ നിലനിന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പൂർത്തീകരിക്കുവാൻ കഴിയും. ശനിദേവന്റെ അനുഗ്രഹം കൊണ്ട് ചില പ്രത്യേക അസുഖങ്ങൾ നിലനിന്നവർക്ക് ആ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതൊക്കെ മേടം രാശിക്കാരായി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്ന ഭാഗ്യം തന്നെയാണ്. കൂടുതൽ ധനം വന്നു ചേരുമ്പോൾ സുരക്ഷിതമായിരിക്കുന്ന പല പദ്ധതികളും ആരംഭിക്കുന്നതിന് തയ്യാറാകുന്ന രാശിജാതരാണ് മേടം രാശിക്കാർ. ബിസിനസ് മേഖലയിൽ പുരോഗമനമുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ മാറ്റവും പുരോഗതിയും ഉണ്ടാകും. വിദേശ പഠനത്തിനുള്ള വഴി തെളിയുന്നുണ്ട്. യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യത പൂർണ്ണമായും വരുന്ന സമയമാണ് മേടം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ വിദേശ രാജ്യത്തിലേക്ക് പോവുകയും അവിടെ എത്തി തൊഴിൽ ലഭിക്കാതെ വളരെ ബുദ്ധിമുട്ടാർന്ന് നിൽക്കുന്നതായിരിക്കുന്ന മേടം രാശി നക്ഷത്ര ജാതർക്ക് മാർച്ച് അവസാനത്തോടു കൂടി തീർച്ചയായിട്ടും തൊഴിൽ ലഭിക്കും. അതുമാത്രമല്ല, ശനിയുടെ ദൃഷ്ടി 2ാം ഭാവത്തിൽ നിൽക്കുന്ന അവസ്ഥ കൂടി മേടം രാശിക്കാർക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യദായകമായിരിക്കുന്ന ഒട്ടനവധി ഗുണങ്ങൾ, ദോഷകരമായിരിക്കുന്ന ആ രാശിയിൽ നിൽക്കുന്ന വ്യവസ്ഥിതികൾ പോലും അനുഭവ ഫലത്തിൽ നമുക്ക് വളരെയധികം ഭാഗ്യം നൽകുന്ന ഇടത്തിലേക്ക് മാറും എന്നുള്ളതാണ്. അതാണ് ശനിയുടെ പ്രത്യേകത. തീർച്ചയായിട്ടും മേടം രാശി നക്ഷത്ര ജാതർക്ക് ജീവിത നിലവാരത്തിൽ തന്നെ വലിയ ഉയർച്ചയുണ്ടാകും. അപ്പോൾ സമ്പത്തിൻ്റെ മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും തൊഴിലിൻ്റെ മേഖലയിലായാലും ധനമേഖല, സമൃദ്ധിയുടെ മേഖല തുടങ്ങി ഏതു മേഖലയാണെങ്കിലും ഈ 3 രാശിക്കാർക്ക് വിചാരിക്കുന്നതിലും അപ്പുറത്തേക്കായിരിക്കും ഇവരുടെ സാമ്പത്തിക നിലവാരം എത്തിച്ചേരാൻ പോകുന്നത്. 2026 എന്ന് പറയുന്ന വർഷത്തിൽ ഇനിയും ധാരാളം യോഗങ്ങൾ ഈ നക്ഷത്ര ജാതർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. എല്ലാ ഭാഗ്യങ്ങളും ഈശ്വര ദർശനത്താലും ഈശ്വര മന്ത്ര ഉച്ചാരണത്താലും അതുപോലെ തന്നെ ഭാഗ്യദായകമായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന കൃപ ലഭിക്കണമേ എന്ന പ്രാർത്ഥനയാലും എല്ലാ നന്മകളും ഈ രാശിക്കാരിലും ഈ നക്ഷത്ര ജാതരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.